ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ശുദ്ധത കാക്കുന്നവർ ശുദ്ധ മടയരാണോ എന്ന് പറഞ്ഞാൽ ബോധമില്ലാത്തവര്, അറിവില്ലാത്തവര്, അങ്ങനെയുള്ളവർക്ക് പറ്റിയ പരിപാടിയാണോ വിശുദ്ധി, ശുദ്ധത? ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഏതാനും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒരിക്കലും അമ്മയും മകളും തമ്മിൽ ആർഗ്യുമെന്റ്, വാഗ്വാദം. ഇനി അമ്മ ശുദ്ധതയ്ക്കും വിശ്വസ്തതയ്ക്കും സഹനത്തിനും ഒക്കെ മൂല്യം കൽപ്പിച്ച് സംസാരിക്കുമ്പോൾ അതെല്ലാം മകളെ ചൊടിപ്പിക്കുകയാണ്. അവൾ പറഞ്ഞൊരു കാര്യം, അമ്മയുടെ സ്ഥാനത്ത് ഞാൻ പണ്ട് വീട് വിട്ടുപോയി, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഇഷ്ടം തോന്നിയാൽ ഞാനത് പോയി ചെയ്യും. ഞാൻ അവിടെ വലിയ ഇങ്ങനെയുള്ള ശുദ്ധതയുടെ കാര്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോക്കാറില്ല. എൻ്റെ ബോധ്യം അതാണ്. ഈ രീതിയിൽ ഈ ശുദ്ധതയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ച് ജീവിക്കുന്ന വ്യക്തികള് അവര് ശുദ്ധ മണ്ടന്മാരാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. അതുകൊണ്ട് വചന വെളിച്ചത്തിൽ നമ്മൾ ദൈവമക്കളായി നമ്മുടെ വിളി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ശുദ്ധതയുടെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ജോൺ 23 ജോൺ 23 മാർപ്പാപ്പ, അദ്ദേഹം വലിയ ഒരു സിസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പിനെ അഭിസംബോധന ചെയ്യാറുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, കന്യാത്വം ഒരു സ്വർഗീയ പുണ്യമാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്, എ ഹെവൻലി വെർച്യു. വെർജിനിറ്റി ഈസ് എ ഹെവൻലി വെർച്യു. കന്യാത്വം ഒരു സ്വർഗീയ പുണ്യമാണ്. ഇത് നമുക്ക് പരിശീലിക്കാനാവും, ഇത് നമുക്ക് ഏറ്റെടുത്ത് നിറവേറ്റാൻ കഴിയും. എന്നിട്ട് അവരോട് പറഞ്ഞു, പ്രൂവ് ഇറ്റ് വിത്ത് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതം കൊണ്ട് അത് തെളിയിക്കുക. ഇതൊരു സ്വർഗീയ പുണ്യമാണെന്നും ഇത് നമുക്ക് ഏറ്റെടുത്ത് നിറവേറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നും നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ തെളിയിക്കുക എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ വില മനസ്സിലാക്കിയാൽ നമുക്കറിയാലോ, എത്രയോ വിശുദ്ധരും ജീവൻ പണയം വെച്ചുകൊണ്ട് പോലും ശുദ്ധത കാത്തു സൂക്ഷിച്ചു. 12 വയസ്സാകുന്നതിന് മുമ്പ് മരിയ വരെത്തി 14 കുത്തേറ്റ് മരിക്കാൻ തയ്യാറായി ശുദ്ധത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ആഗ്നസ്, അഗത, ഇങ്ങനെയുള്ള പല വിശുദ്ധരുടെയും ജീവിതത്തിലേക്ക് നോക്കിയാൽ ശുദ്ധത, വിശുദ്ധി അവര് കവരാൻ ആരെയും അനുവദിച്ചില്ല. പകരം കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് കൊടുത്തതാണ്, എൻ്റെ കന്യാത്വം കർത്താവിന് സമർപ്പിച്ചതാണ്, ഇനി അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം ഏറ്റെടുക്കാൻ അവർ സന്നദ്ധരായത് സഭാചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ്. നമുക്കിനി ഒന്നാമതായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത്, നമ്മുടെ വിളി ശുദ്ധതയിലേക്കുള്ള വിളിയാണ്, അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എത്രയോ സ്ഥലങ്ങളിൽ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, എഫേസസ് 1:4 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിന് മുമ്പാകെ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവമക്കളായി നമ്മൾ. നമ്മുടെ വിളി അതാണ്, ശുദ്ധതയ്ക്ക് ജീവിതത്തിൽ സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള വിളി. എഫേസസ് 5-ാം 3-ാമത്തെ വചനം എടുക്കുമ്പോഴോ, നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെയോ യാതൊരുവിധ അശുദ്ധിയുടെയോ പേര് പോലും കേൾക്കരുത്. വിശുദ്ധിയുടെ വിപരീതമാണ് അശുദ്ധി. യാതൊരുവിധ അശുദ്ധിയുടെയും പേര് പോലും നിങ്ങളുടെ ഇടയിൽ കേൾക്കരുത്. കാരണം നിങ്ങൾ ദൈവമക്കളാണ്, വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ്. എഫേസസ് 4:19 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അശുദ്ധിയിൽ ആവേശത്തോടെ ഈ മുഴുകുന്നവര് ആരാണ്? ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചവര്, ബോധമുള്ളവര്, സുബോധമുള്ളവര്, പ്രകാശത്തിൽ ജീവിക്കുന്നവര്, അവരൊരിക്കലും അവരുടെ ജീവിതം അശുദ്ധിക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമുക്ക് സഭാ പഠനം, ഈ വിഷയത്തെക്കുറിച്ച് സഭ നൽകുന്ന പഠനം മനസ്സിലാക്കിയിരിക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 2337 2337. ഇനി അതിൻ്റെ കാതലായ ഒരു സന്ദേശമുണ്ട്. ലൈംഗികത, ആന്തരികത, ആത്മീയത, ഈ 3 കാര്യങ്ങളെ നമ്മൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകണം. അതിന് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു ശുദ്ധത എന്നുള്ളത് സഭ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാലോ, നമുക്ക് ലൈംഗികതയുണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു ആന്തരികതയുണ്ട്, ഒരു ആത്മീയതയുണ്ട്. ഇവിടെയെല്ലാം ശുദ്ധത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വേണമെങ്കിൽ നമ്മൾ വിശുദ്ധരാണെന്ന് പുറമേ നടിക്കാം, വിശുദ്ധി ഇല്ലാതെ, പ്രാർത്ഥനക്കാരാണെന്ന് ഭാവിക്കാം, പ്രാർത്ഥനയില്ലാതെ. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ശുദ്ധത ഒരിക്കലും സഹിക്കില്ലാത്ത ഒരു കാര്യമാണ്. ഡബിൾ സ്റ്റാൻഡേർഡ്, ഇരട്ടത്താപ്പ്. വേണമെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ ഒരു രീതിയിൽ, ദൈവത്തിന് മുമ്പിൽ മറ്റൊരു രീതിയിൽ, സംസാരത്തിൽ ഒന്ന്, പ്രവൃത്തിയിൽ മറ്റൊന്ന്, ഇരട്ടത്താപ്പ്. ശുദ്ധത ഒരിക്കലും സഹിക്കില്ലാത്ത ഒരു കാര്യമായിട്ടാണ്
ഈ ഇരട്ടത്താപ്പിനെ എടുത്തു കാണിച്ചിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം തന്നെ 2339 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ശുദ്ധത പാലിക്കാൻ പറ്റുന്ന ആർക്കാണ്? ആത്മനിയന്ത്രണം പാലിക്കുന്നവർക്ക്. ആത്മനിയന്ത്രണം ഇല്ലാതെ എന്റെ ഇഷ്ടം പോലെ നടക്കണം, ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ തന്നെ എനിക്ക് കിട്ടണം, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ശുദ്ധതയൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് സാധിക്കത്തില്ല. അല്ലാതെ തന്നെ അവര് അശുദ്ധിയിലേക്ക് വഴുതി വീഴും. കാരണം അതുപോലത്തെ പ്രലോഭനങ്ങള്, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരാം. അതുകൊണ്ട് ആത്മനിയന്ത്രണം അത് വളരെ ആവശ്യമാണ്. ഗലാത്യർ 3:27 നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന എന്തിനു വേണ്ടിയാ? യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ, യേശുവിനെ ധരിക്കാൻ കത്തോലിക്ക സഭ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ശുദ്ധത എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാൻ പറ്റും: പുട്ട് ഓൺ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ ധരിക്കുക. യേശു ക്രിസ്തുവിനെ ധരിച്ച് ജീവിക്കുന്നതാണ് ശുദ്ധരായി ജീവിക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ. മൂന്നാമതായിട്ട് നമ്മൾ എടുക്കുന്നത് ശുദ്ധതയ്ക്ക് എതിരായ ചില പാപങ്ങൾ കർത്താവിൻ്റെ വചനവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, കത്തോലിക്ക സഭയും അതിൻ്റെ വെളിച്ചത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന്, വിഷയാസക്തി, ലൈംഗികതയോട് അമിതമായ മോഹം, അതാണ് വിഷയാസക്തി. രണ്ട്, സ്വയംഭോഗം. നമുക്കറിയാലോ, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 19-ാം അധ്യായത്തിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവിടെ നമുക്ക് കാണാൻ പറ്റും. ലൈംഗിക സുഖാസ്വാദനത്തിന് ജനനേന്ദ്രിയങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നതാണ് സ്വയംഭോഗം. നമുക്കറിയാലോ, ലൈംഗിക സുഖാസ്വാദനം അനുവദിച്ചിട്ടുള്ളത് വിവാഹമെന്ന കൂദാശയിൽ, വിതിൻ ദ മാര്യേജ്. അതുകൊണ്ടാണ് ഇത് പാപമായിട്ട് നമ്മൾ കാണേണ്ടി വരിക. ഒരു വിവാഹിതൻ പോലും സൂചിപ്പിച്ചത് വിവാഹിതനാണ്, എന്നിട്ടും സ്വയംഭോഗത്തിന് ഒരടിമയാണ്. മൂന്നാമതൊന്നാണ് അവിഹിതവേഴ്ച. അവിഹിതവേഴ്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധം, അത് ശുദ്ധതയ്ക്ക് എതിരാണ്. മറ്റൊന്നാണ് വേശ്യാവൃത്തി, വ്യഭിചാരം. ഇത് പാപമാണ് എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 26:22 വായിച്ചാൽ വേശ്യ തുപ്പലിനേക്കാൾ വിലകെട്ടോളാണ്. നിയമാവർത്തനം 23:18 വായിച്ചാൽ ആൺവേശ്യയെക്കുറിച്ചും അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. മറ്റൊന്നാണ് ബലാത്സംഗം. നമുക്കറിയാം, ബലാത്സംഗം അത് ശുദ്ധതയ്ക്ക് എതിരായ ഒരു ഭാവമാണ്. നമുക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ശുദ്ധത അതിന് വില കൽപ്പിക്കാൻ സാധിച്ചാൽ ശുദ്ധത പാലിക്കാനും നമുക്ക് സാധിക്കും. ആഗ്രഹമുള്ളവർക്ക് ദൈവം കൃപ തന്ന് ശുദ്ധത കാത്തു സൂക്ഷിക്കാൻ അവരെ സഹായിക്കും. അവരുടെ കൃപയ്ക്കായി പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.